ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പം ബീഫെല്ലാം നല്ലപോലെ കഴുകിയെടുത്ത് ഒരു കുക്കറിനകത്തിട്ടിട്ട് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, പിന്നെ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് ഇതുപോലെ ഞെരടി വെക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളി തക്കാളിയൊന്നും കാണാനേ ഇല്ല, എല്ലാം വെന്ത് നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പരാതിയാണ് ബീഫ് വെക്കുമ്പോൾ ഉള്ളിയൊന്നും ഉടഞ്ഞു കിട്ടുന്നില്ല. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും, അപ്പോൾ ഉള്ളിയൊക്കെ ഉടഞ്ഞു കിട്ടും. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. തേങ്ങ വറുത്തിട്ട് അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കറി താളിക്കണ്ടേ, തൂമ്പിക്കുക, കാച്ച അങ്ങനെയെല്ലാം പറയും. അതിന് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത് ചട്ടിയിലേക്കാണ്, മൺചട്ടിയിലിട്ട് നമ്മുടെ കറിയൊക്കെ അതിൽ ചേർത്ത് കൊടുത്ത് തേങ്ങ അരച്ച് വരാം. അങ്ങനെ തേങ്ങ അരച്ച് കറി റെഡി.